Class 8 Kerala Maths 2023-24 second term question paper അതിൻ്റെ ആൻസേഴ്സ് ആണ്. പാർട്ട് 1 and 2ൽ ഫസ്റ്റ് 1 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉണ്ട്. ഇവിടെ 14 മുതൽ 18 വരെയുള്ളത്. 14ാമത്തെ 9 numbers in a calendar forming a square are marked as shown below. കണ്ടോ, ഇങ്ങനെ 8, 9, 10, 15, 16, 17, 22, 23, 24 അങ്ങനെ ഒരു വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിയേക്കുന്ന ആ ഒരു കളങ്ങളിൽ റൈറ്റ് ദ ഡയഗണൽ പെയേഴ്സ്. ഡയഗണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണോട് കോൺ. ദ ഡയഗണൽ പെയേഴ്സ് ഒരെണ്ണം 8, 24 10, 22 ആണ് ഡയഗണൽ പെയേഴ്സ്. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ സം ഓഫ് ദ ഡയഗണൽ പെയേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ 8 + 24 എന്ന് പറഞ്ഞാൽ 32. ഇപ്പുറത്തെ 24 8 + 24 പിന്നെ 10 + 22 രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് 32 മൈനസ് ഡിഫറൻസ് എന്നല്ല ചോദിച്ചാണ്. അപ്പോൾ 32 - 32 എന്ന് പറയുന്നത് 0. ഇനി എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര why the difference of the sum of the diagonal pairs is always equal in all such squares. എല്ലാത്തിൻ്റെയും ഈക്വൽ ആയിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ദ ഓൾജിബ്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചെറുത് 8 അല്ലേ, അപ്പോൾ അത് എക്സ് കൊടുത്തു. അപ്പോൾ 9x + 1, പിന്നെ 10 എന്നുള്ളത് x + 2, 15 x + 7. എക്സ് എന്നുള്ളത് 8 ആണ് കേട്ടോ. അപ്പോൾ x + 8 15, പിന്നെ 16, 17. ഇവിടെ 22 എന്ന് പറയുന്നത് 8, x എന്ന് പറയുന്നത് 8 + 14. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയഗണൽ സംസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് 0 ആയിരിക്കും. 15th question. Draw the quadrilateral ABCD with the given measurements. AB 6 cm തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ABCD വരയ്ക്കാൻ വേണ്ടിയിട്ട് AB 6 cm സ്കെയിലിൽ നമ്മൾ അളന്ന് വരയ്ക്കുക. 6 cm AB വരയ്ക്കുക. അതിനുശേഷം AD കോമ്പസിലെടുക്കുക. AD 3 cm എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. BD 5 cm എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ABD കിട്ടും. അത് ആർക്ക് വരച്ച് കട്ട് ചെയ്യുന്നിടത്ത് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഡിയിൽ നിന്ന് ഒരു സെയിം കോമ്പസിൽ തന്നെ എടുത്തിട്ട് 2 cm അളന്നെടുത്ത് കോമ്പസിൽ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക, C. പിന്നെ BC 4 cm ഒരു ആർക്ക് എടുത്തിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ABCD എന്നുള്ള ആ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് കിട്ടും. 16th question. A company increases the price of a laptop at the rate of 5% every year. If the current price of the laptop is 50,000 rupees, then അതായത് ഒരു കമ്പനി അതിൻ്റെ ആ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എപ്പോഴും 5% വെച്ചിട്ട് കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പ്രൈസ്, ഇഫ് ദ കറൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസ് 50,000 റുപ്പീസാണ് ആ ലാപ്ടോപ്പിൻ്റെ എങ്കിൽ വാട്ട് വിൽ ബി ദ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ് ആഫ്റ്റർ 1 year, ഒരു വർഷത്തിന് ശേഷം എത്രയായിരിക്കും അതിൻ്റെ വില എന്ന്. അപ്പോൾ 5% ആണ് അല്ലേ അവർ കൂട്ടണത്. അതിൻ്റെ റേറ്റ് 5% വെച്ച് കൂട്ടും. അപ്പോൾ ഇൻറ്റു 1 + r/100 all raised to n എന്നാണ്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 ഇൻറ്റു 1 + 5/100, അതായത് 105/100. n എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 1 ആണ്. അപ്പോൾ 50,000 ഇൻറ്റു 105/100 എന്ന് പറഞ്ഞാൽ 52,500. ആഫ്റ്റർ 2 years വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ്. അപ്പോൾ 2 വർഷത്തിന് ശേഷം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 105/100, അപ്പോൾ നമുക്ക് 55,125 എന്ന് കിട്ടും. അപ്പോൾ ആഫ്റ്റർ 2 years എമൗണ്ട് ഓഫ് ലാപ്ടോപ്പ് 52,500 ഇൻറ്റു 105/100 55,125. അപ്പോൾ ഇൻക്രീസിങ് എമൗണ്ട് എത്രയായിരിക്കും? 55,125 മൈനസ് 52,500 2,625 ആയിരിക്കും. 17th question. Given x + y whole square plus x - y whole square equals 2 into x square plus y square. Using the concept, complete the following. A.
3 പ്ലസ് വൈ സ്ക്വയർ, എക്സിന് പകരം ഇവിടെ എന്താണ് 3 അല്ലേ, 3 പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ്, അപ്പോൾ എക്സിന് പകരം നമ്മൾ 3 ഇട്ടു, അവിടെ 3 മൈനസ് വൈ ഹോൾ സ്ക്വയർ, വൈക്ക് ചേഞ്ച് ഒന്നുമില്ല കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈക്വൽസ് 2 ഇൻറ്റു എക്സിന് പകരം 3 അല്ലേ, 3 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അത് കിട്ടി. ഇനി ബി എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് പകരം 1 അല്ലേ, അപ്പോൾ 1 സ്ക്വയർ. ഇനി അടുത്തത് സി 21 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ ഈക്വൽസ് 2 ഇൻറ്റു 20 പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു പ്ലസ് 20 മൈനസ് 1 ഹോൾ സ്ക്വയർ, അങ്ങനെയാണ് വരേണ്ടത്. 20 പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 20 മൈനസ് 1 ഹോൾ സ്ക്വയർ. 18th question, read the mathematical concept given below and answer the following questions. 1 into 3 equals 1 plus 1 square minus 1. 2 into 4 equals 2 plus 1 square 1 whole square minus 1. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇത് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് മനക്കണക്കുകളാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെയും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കണ്ടോ 1 2 3 4 ആദ്യത്തെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ 1 2 3 4, പിന്നെ വരുന്നത് 5 ആയിരിക്കും, പിന്നെ വരുന്നത് 6 ആയിരിക്കും, പിന്നെ 7 8 9 10 അങ്ങനെയായിരിക്കും പോകുന്നത്. പിന്നെ അടുത്തത് 3 ആണ്, ഇൻറ്റു 3 ബ്ലൂ കളറിൽ കണ്ടോ 3 4 5 6 7 8 9 10 11 അങ്ങനെ താഴേക്ക് പോകും. പിന്നെ ഇവിടെ തന്നെ നോക്കിയാൽ 1 ഗ്രീൻ കളറിൽ 1 2 3 4 5. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ബാക്കിയെല്ലാം 1 തന്നെയാണ്, -1 എല്ലാത്തിലും ഉണ്ട് -1. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 5ാമത്തെ ലൈൻ ഏതാണെന്ന്. 4 കഴിഞ്ഞാൽ 5 അല്ലേ, 5 ഇൻറ്റു 7 ഈക്വൽസ് 5 പ്ലസ് 1 ഹോൾ സ്ക്വയർ -1. അതുപോലെ 6 ഇൻറ്റു 8 ഈക്വൽസ് 6 പ്ലസ് 1 ഹോൾ സ്ക്വയർ -1. 7 8 9. ഇനി അടുത്തത് 1 subtracted from the square of the sum of the first and 1. ഇനി റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ, ഒന്നാമത്തെ റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ കിട്ടിയില്ലേ, 5 ഇൻറ്റു 7 അങ്ങനെ ഇട്ടു. പിന്നെ 10 ഇൻറ്റു 12 ഈക്വൽസ് 10. ഇപ്പോൾ ഒന്നാമത്തെ ലൈനിൽ 1 ആണ്, രണ്ടാമത്തെ ലൈനിൽ 2, ഇപ്പോൾ 10ാമത്തെ ലൈനിൽ 10 ഇൻറ്റു 12 ഈക്വൽസ് 10 പ്ലസ് 1 ഹോൾ സ്ക്വയർ -1 അതും കിട്ടി. ഇനി സിയിൽ 13, ഓരോന്നും 2 വെച്ച് കൂടിയേക്കണേ അല്ലേ, 13 ഇൻറ്റു 15 ഈക്വൽസ് 13 പ്ലസ് 1 ഹോൾ സ്ക്വയർ -1. അതുപോലെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ -1. അതായത് ആദ്യം തന്നേക്കണ അതേ മോഡലിൽ തന്നെയാണ് താഴെയുള്ളതും എഴുതേണ്ടത്. ഇനി ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഡൗട്ട് ഇനി മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി.